എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സദാശിവദർശനം രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ ധ്യാനത്തിലൂടെ ഏകാഗ്രമായ മനസ്സിന് പൂർണ്ണ സുഖാനുഭവം തരണമെന്ന് പ്രാർത്ഥിച്ചു. രണ്ടാം ശ്ലോകം ഇഷ്ടദേവനായ ശിവന്റെ രൂപത്തിന് പല കളങ്കങ്ങളും കാണുവാനുണ്ട്. അപ്പോഴെങ്ങനെയാണ് ഭഗവത് സ്വരൂപം സർവമംഗളമാണെന്ന് പറയുന്നത് എന്ന ഒരു ഭക്തന്റെ മനസ്സിലെ സംശയത്തിന് മറുപടി എന്ന പോലെയാണ് രണ്ടാം ശ്ലോകം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടാം ശ്ലോകം ഇങ്ങനെയാണ്: കളം കറുത്ത കൊണ്ടലുണ്ട്, ഇരുണ്ട കൊണ്ട കണ്ടരും, കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ, ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നതത്തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. ഇതിൻ്റെ അർത്ഥവിചാരത്തിലേക്ക് കിടക്കുമ്പോൾ കളം കഴുത്ത് എന്നർത്ഥം. ഈ കഴുത്ത് എങ്ങനെയിരിക്കുന്നത്? കറുത്ത കൊണ്ടലുണ്ട്. കൊണ്ടല് കാർമേഘം. അങ്ങയുടെ കഴുത്ത് കാർമേഘം പോലെ ഇരുണ്ട് കാണുന്നു. കഴുത്ത് കാർമേഘം പോലെ ഇരുണ്ടാണ് ഇരിക്കുന്നത്. ഇനിയോ ഇരുണ്ട കൊണ്ട, കളം കറുത്ത കൊണ്ടലുണ്ട്. അടുത്ത പദമാണ് ഇരുണ്ട കൊണ്ട. കൊണ്ടാന്ന് വെച്ചാൽ ജഡ. ഇരുണ്ട കൊണ്ട എങ്ങനെയുള്ള ജഡയാണ്? കറുത്ത ജഡയും കാണാനുണ്ട്. കണ്ട്, ഇത് കണ്ടിട്ട് കളം കറുത്ത കൊണ്ടലുണ്ട്, ഇരുണ്ട കൊണ്ട കണ്ട്, ഇത് കണ്ടിട്ട്, ഇത് രണ്ടും കണ്ടിട്ട്, അതായത് അങ്ങയുടെ കഴുത്തിന് കാർമേഘം പോലെ ഇരുണ്ട് കാണുന്നുണ്ട്, അതുപോലെ അങ്ങയുടെ ജഡയും ഇരുണ്ടതാണ്. ഇത് രണ്ടും കണ്ടാലേ എഴും കളങ്കമുണ്ട് കണ്ടനെങ്കിലും, കണ്ടെഴുന്നുള്ളത് പിരിക്കുമ്പോൾ കണ്ട് എഴും, എഴും കളങ്കമുണ്ട് കണ്ടനെങ്കിലും, എഴും കളങ്കം വർദ്ധിച്ച കളങ്കം വിഷം ഉണ്ട അകത്താക്കിയ കണ്ടനെങ്കിലും കഴുത്തോട് കൂടിയവനാണെന്ന് തോന്നാം. വർദ്ധിച്ച കളങ്കം അകത്താക്കിയത് കൊണ്ടാണ് അങ്ങയുടെ കഴുത്ത് ഇങ്ങനെ കറുത്തിരിക്കുന്നതായി തോന്നുന്നത് എന്ന് തോന്നാം. പക്ഷേ കനിഞ്ഞുകൊള്ളുവാൻ എന്തിനാണ് അങ്ങയുടെ കഴുത്ത് ഇങ്ങനെ കറുത്ത നിറമായി മാറിയത്? ലോകത്തിന് മുഴുവൻ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന വിഷം ലോകരക്ഷയ്ക്ക് വേണ്ടി അകത്താക്കിയ ഭഗവാൻ കാരുണ്യനിധിയാണ്. മനുഷ്യനിലെ തമോ ഗുണങ്ങളെല്ലാം അകറ്റി സാത്വികമായ ഗുണം ചൊരിഞ്ഞ് മനുഷ്യ നന്മയ്ക്കായി നിലകൊള്ളുന്ന ഭഗവാന്റെ കാരുണ്യം കാണുവാനാണ്, കനിഞ്ഞുകൊള്ളുവാൻ, അങ്ങ് കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ. ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നും, ഇളംപിറക്കൊഴുന്ന്, പിറംസ് ചന്ദ്രകല, ഇളംപിറക്കൊഴുന്ന് ചന്ദ്രകലയാകുന്ന കൊഴുന്നു ചൂടി വിളങ്ങുന്ന മിന്നും വിളങ്ങുന്ന അങ്ങയുടെ ശിരസിൽ എന്താ ഉള്ളത്? ചന്ദ്രകല ചൂടിയിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? ഉന്നതത്തലക്കുളം കവിഞ്ഞ. ഈ ശിരസില് വേറെ ഒന്നുകൂടെ ഉണ്ട്. എന്താണ്? ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ശിരസിൽ നിന്ന്, ശിരസാകുന്ന പൊയ്കയിൽ നിന്ന്, ഉന്നത തലക്കുളത്തിൽ നിന്ന് ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞ് സദാ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളതായ കോമളക്കുടം, ഭഗവാന്റെ സുന്ദരമായ രൂപം, ചുമന്ന കുഞ്ചരം, അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ചുവന്ന ഒരു മതയാനയെ പോലെ ശോഭിക്കുന്നു എന്ന്. ശിവന്റെ സ്വരൂപം ചുവന്നതാണ്. അതായത് ജപാകുസുമം എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവ്. ശിവന്റെ സ്വരൂപം ജപാകുസുമം പോലെ, ചെമ്പരത്തിപ്പൂവ് പോലെ ചുവപ്പ് നിറമുള്ളതാണ് എന്ന് ഗുരുദേവൻ ശിവശതകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും ചുവന്ന കുഞ്ചരമാണെന്ന്
കൽപ്പിച്ചിരിക്കുന്നത്. ശിവശതകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അപജയമൊന്നും എനിക്കണയാതിനി തപസി നിരന്തരമെന്മലമൊക്കെയും സപതി ദഹിച്ചു സുഖം തരുവാനുമെൻ ജപകുസുമത്തിരുമേനി ജയിക്കണം. ചെമ്പരത്തിപ്പൂവിന്റെ നിറം പൂണ്ട്, ചുവന്ന നിറം പൂണ്ട് ശോഭിക്കുന്ന സുന്ദരമൂർത്തിയായ എൻ്റെ ഭഗവാൻ എന്നും ജയിച്ചു വിളങ്ങണമെന്ന് ശിവശതകത്തിലും ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട് ശിവസ്വരൂപത്തെ. ഇതിന്റെ ആശയം ഇങ്ങനെയാണ്: കഴുത്ത് കാർമേഘം പോലെ ഇരുണ്ട് കാണുന്നു, അതുപോലെ കറുത്ത ജടയും കാണുവാനുണ്ട്. ഇത് രണ്ടും കണ്ടാല് വർദ്ധിച്ച കളങ്കം അകത്താക്കിയ കഴുത്തോട് കൂടിയവനാണെന്ന് തോന്നാം. എങ്കിലും അങ്ങ് കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കാനാണ് ചന്ദ്രക്കലയായ കൊഴുന്നു ചൂടി വിളങ്ങുന്നത്. ഇനിയോ അങ്ങയുടെ ഉന്നത ശിരസാവുന്ന പൊയ്ക, അങ്ങയുടെ ശിരസിൽ നിന്ന് ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ സ്വരൂപം കണ്ടാല് ചുവന്ന ഒരു മതയാനയെ പോലെ ശോഭിക്കുന്നു അങ്ങ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാല് ഗംഗയുടെ ഉത്പത്തി മാനസ സരസിൽ നിന്നാണ്. മാനസ സരസാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ കുളം. അതങ്ങ് ഹിമാലയത്തിലാണ്. അതുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും കൂടി നിന്റെ ശരീരമായി എടുത്താൽ അതിന് ജടക്കെട്ടായിരിക്കുന്നത് ഹിമാലയമെന്നും അതിനു മുകളിലാണ് മാനസ സരസെന്നും കണ്ടെത്താം. പക്ഷെ ഇവിടെ നമ്മൾ ഭൂമിശാസ്ത്രപരമായല്ലോ പഠിക്കുന്നത്. സദാശിവനായ നിന്നെ ദർശിക്കാൻ തക്കവണ്ണം മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് ഇവിടെ ലക്ഷ്യം. ആ ശുദ്ധമായ മനസ്സിന്റെ ശുദ്ധ സത്വഭാവം തന്നെയാണ് മാനസ സരസ് അഥവാ മനസ്സാകുന്ന സരസ്. ആ മാനസ സരസാകട്ടെ നിന്റെ തന്നെ ജടക്കെട്ടിലിരിക്കുന്ന ഇളമ്പിറക്കൊഴുന്നിന്റെ, അതായത് ജ്ഞാനത്തിന്റെ പൂനിലാവിൽ കുളിച്ചു നിൽക്കുന്നു. ആ അമൃത സരസിനെയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ അമൃത കുംഭമായി നിറച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ നിന്നെ കാണുന്നത് വെറുതെ കറുത്തിരുണ്ടവനായിട്ടല്ല, തികച്ചും തെളിഞ്ഞ് പ്രകാശിക്കുന്നവനായിട്ടാണ്. ഈ ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ നിന്നെ ഞാൻ കാണുന്നത് തെളിഞ്ഞ് പ്രകാശിക്കുന്നവനായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നും ഇളമ്പിറക്കൊഴുന്നും മിന്നിത്തിളങ്ങുന്ന ഉന്നതതല കുളവും സ്വർണമായ അമൃതകുംഭവും ഒക്കെ നിന്റെ തെളിമയുടെ പ്രതീകങ്ങൾ മാത്രമാണ് എന്ന്. ഇങ്ങനെ ഒരു തരത്തിൽ ദുഃഖമയമായ ലോകത്തിൽ നിന്നും രക്ഷ തരുന്ന കറുത്തിരുണ്ടവനായും മറുവശത്ത് അമൃതപ്രദായിയായ പ്രകാശമയനായും കാണപ്പെടത്തക്കവണ്ണം ഉള്ളവനാണ് നീ. അങ്ങനെ കാണത്തക്കവണ്ണം ഉള്ളതാണ് നിന്നിൽ നിന്നും ഉണ്ടായ എൻ്റെ മനസ്സ്. രണ്ടും സദാശിവനായ നിന്റെ വിഭൂതികൾ മാത്രം. അല്ലയോ ഭഗവാനെ, നീ രണ്ടുമല്ല, രണ്ടിനും അതീതനാണ്. ഞാനും അതുപോലെ തന്നെ രണ്ടിനും അതീതനാണ്. ആ അനുഭവമാണ്, ആ അനുഭവത്തിൽ എത്തിച്ചേരലാണ് സാക്ഷാത് സദാശിവ ദർശനം. രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവിചാരം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.